മലയാളികളുടെ അരപ്പാളികളാണ്. ഞാൻ നല്ലൊരു ലൈഫ് പാർട്ണർ ആയിരിക്കും. നിങ്ങൾക്ക് എന്തൊരു കേൾക്കണം? നമ്മുടെ ഈ കേരളത്തിന് നിലവിൽ 2 നെയ്യാറ്റിൻകര ഗോപന്മാരാണ് ഉള്ളത്. ആറാട്ടണ്ണനെ സംഭാവന ചെയ്ത് മലയാളികളുടെ മനസ്സമാധാനം കളഞ്ഞ നെയ്യാറ്റിൻകര ഗോപനാണ് ഒന്നാമൻ. നടി മീനയ്ക്ക് ജീവൻ കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. എന്നിവ ക്രഷ് തോന്നിയത് മൈമ നമ്പ്യാറിനോടാണ്. മലയാളത്തിലെ ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യറാണ്. സമൂലം സമാധി അടഞ്ഞ് മക്കളുടെ മനസ്സമാധാനം കളഞ്ഞ പുതുപുത്തൻ നെയ്യാറ്റിൻകര ഗോപൻ രണ്ടാമനും. സമാധി ആകുന്നത് എന്റെ അനിയന്റെ അടുത്ത് പൂർണ്ണമായിട്ട് എന്റെ മരുമകളാണ്. എന്റെ മോനും പോറ്റിയായ മോനും കറക്റ്റ് സമാധിയായി കണ്ടു. ഈ രണ്ടാം തരം നെയ്യാറ്റിൻകര ഗോപനെ, അതല്ലെങ്കിൽ ഈ പുതുപുത്തൻ നെയ്യാറ്റിൻകര ഗോപനെ, അതുമല്ലെങ്കിൽ നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ പേരിലാണ് പോങ്ങനിൽ നിന്ന് നാവാട്ടം കഴിപ്പിക്കുന്നത്. ഈ നെയ്യാറ്റിൻകര ഗോപൻ സ്വാമി സമാധിയായതാണെന്ന് അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും. എന്നാൽ നെയ്യാറ്റിൻകര ഗോപൻ സ്വാമി നിർബന്ധിത സമാധിയാക്കപ്പെടലിന് ഇരപ്പെടുകയായിരുന്നു എന്ന് നാട്ടുകാരും പറയുന്ന പ്രത്യേക സ്ഥിതിവിശേഷത്തിലാണ് നമുക്കിടയിലുള്ള ഈ സംസാരം ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പോങ്ങൻ സമാധിയായിട്ടില്ല. ആരെങ്കിലും സമാധിയാകുന്നത് പോങ്ങൻ കണ്ടിട്ടില്ല. സമാധിയായ ആരെയും പോങ്ങൻ പരിചയപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ സമാധിയെക്കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും പറയാനുള്ള അറിവ് പോങ്ങനില്ല. പിന്നെ എന്ത് കൂക്കയ്ക്കാണ് നീ നാക്കുമെടുത്ത് ഇങ്ങോട്ടേക്ക് പോകുന്നതെന്ന് നിങ്ങൾ ആരും എന്നോട് ചോദിക്കരുത്. എനിക്കതല്ലാതെ വേറെ ചിലത് പറയാനുണ്ട്. പറഞ്ഞല്ലോ, സമാധിയെ കുറിച്ച് കൃത്യമായിട്ടുള്ള അറിവുകൾ എനിക്കില്ല. കേട്ടറിവുകളും അതുപോലെ തന്നെ വായിച്ചുള്ള അറിവുകളും മാത്രമേ ഉള്ളൂ സമാധി സംബന്ധിയായിട്ടുള്ളത്. എന്തായാലും സമാധി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു വിശ്വാസവുമായി ബന്ധപ്പെട്ടുള്ള ഒരു സംജ്ഞയാണ്. അതല്ലെങ്കിൽ ഒരു മതകാര്യമായിട്ടുള്ള ഒരു ധ്വനിപ്പ് ഈ സമാധിക്കകത്ത് വരുന്നുണ്ട്. എന്നാൽ മരണത്തിൽ അത് വരുന്നില്ല. മരണം ഒരു പൊതുകാര്യമാണ്. ഫലത്തിൽ ഈ സമാധിയാകലിലൂടെ സംഭവിച്ചിരിക്കുന്നത് നമ്മുടെ നെയ്യാറ്റിൻകര ഗോപൻ സ്വാമി മരിച്ചു എന്നുള്ളതാണ്, മരണപ്പെട്ടു എന്നുള്ളതാണ്. സമൂഹത്തിന് അതിനുമേൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് ദൂരീകരിക്കാനുള്ള ബാധ്യത നമ്മുടെ ജനാധിപത്യ സംവിധാനങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ട്. അതുകൊണ്ട് തന്നെ തന്റെ അച്ഛൻ സമാധിയായി അല്ലെങ്കിൽ തന്റെ ഭർത്താവ് സമാധിയായി എന്ന് ഒരു കുടുംബം സമൂഹത്തോട് വിളിച്ചു പറയുമ്പോൾ ആ മനുഷ്യൻ സ്ലാബാൽ മൂടപ്പെട്ട് കഴിഞ്ഞിരുന്നു. സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് സംശയം ഉണ്ടാവും. അവർ ആ സംശയം ഉറക്കെ ചോദിക്കുകയും ചെയ്യും. അതിലൊന്നും ഒരു കുറ്റവും പറയാനില്ല, കുറ്റം കാണാനും പറ്റില്ല. ഇനി ഈ കുടുംബം ആരോപിക്കുന്ന പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ. അങ്ങനെയാണ് എങ്കിൽ പോലും അത് പരിഹരിക്കേണ്ടത്, ആ സംശയം നീക്കം ചെയ്യേണ്ടത് ആ കുടുംബത്തിന്റെ, പ്രധാനമായും ആ കുടുംബത്തിന്റെ ബാധ്യതയാണ്. സമാധിയായി എന്നൊരു കുടുംബം പറഞ്ഞതുകൊണ്ട് അത് ഹൈന്ദവ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് അസ്വാഭാവികമായിട്ടുള്ള മരണം മാറുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഹിന്ദു സന്യാസിയാവാനായിട്ട് ആഗ്രഹിച്ച എൻ്റെ അച്ഛൻ ആ സമാധിയായ സ്ഥലത്ത് വന്ന് ഹിന്ദുത്വത്തെ വ്രണപ്പെടുത്തുക എന്നതാണ് അവർ ചെയ്തിട്ടുള്ളത്. ഒരു മതകാര്യമാക്കി അതിനെ ചുരുക്കരുത്. ഒരു മതവും നിയമത്തിന് അതീതമല്ല, സമൂഹത്തിനേക്കാൾ മേളിലല്ല ഒരു മതവും എന്നുള്ളത് കൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ മതം കലർത്തിക്കൊണ്ടുള്ള ഇടപെടലുകളോ സംസാരങ്ങളോ ചർച്ചകളോ നടത്തുന്നത് തന്നെ തെറ്റാണ്. കാപ്പികൾ കുടിച്ച് എല്ലാം ഒക്കെ കഴിഞ്ഞ് മരുന്നുകളെ കുറച്ച് ഇരുന്ന് ക്ഷീണമെല്ലാം തീർത്തിട്ട് രാവിലെ ഉണർന്നു, പതിവ് പോലെ ഉണർന്നു, കട്ടൻ കുടിച്ചു, തൂറി ചമ്മതിച്ചു. അല്ലെങ്കിൽ നമ്മുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അതിന് ചേരുന്ന രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പ്രാഥമിക കർമ്മങ്ങളൊക്കെ കൃത്യമായ വിധത്തിൽ നിർവഹിച്ചു, പ്രാതൽ കഴിച്ചു. ജീവിതശൈലി രോഗങ്ങളായിട്ടുള്ള പ്രമേഹം, രക്തസമ്മർദ്ദം എന്നിവയെ മാനിക്കാനായി ഗുളികകൾ വിഴുങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിക്ക് പെട്ടെന്നൊരു മുട്ടലുണ്ടാവുന്നത്. സമാധിയാവാനുള്ള മുട്ടൽ. പറഞ്ഞിരുന്നു 2 ദിവസം ഞാൻ സമാധിയാവും. പ്രകൃതിയുടെ ഒരു വിളിയും, അതിപ്പോൾ മൂത്രമൊഴിക്കാനുള്ളതായാലും അപ്പിയിടാനുള്ളതായാലും സമാധിയാവാനുള്ളതായാലും അതൊക്കെ പ്രകൃതിയുടെ വിളികളാണ്. പ്രകൃതിയുടെ വിളികൾക്ക് മുന്നിൽ തീർച്ചയായിട്ടും എതിർത്ത് നിൽക്കാൻ മനുഷ്യർക്ക് തീർച്ചയായിട്ടും സാധിക്കില്ല. സ്വാഭാവികമായിട്ടും സമാധിയാവാനുള്ള മുട്ടൽ നമ്മുടെ നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയിൽ ശക്തമായി വന്നപ്പോൾ അദ്ദേഹം ഭാര്യയോടും മക്കളോടും ഒക്കെ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ സമാധിയാവാൻ പോവുകയാണ്. സമാധിയായതിനു ശേഷം നിങ്ങൾ സ്ലാബിട്ട് മൂടിക്കൊള്ളുക. അതിനുശേഷം മാത്രം നാട്ടുകാരെ അറിയിച്ചാൽ മതി. അയൽപക്കക്കാരൊക്കെ ശത്രുക്കളാണ് നമ്മളുടെ. സ്വാഭാവികമായിട്ടും അവരെ ഒന്നും അറിയിക്കേണ്ട കാര്യമില്ല. ഞാൻ സമാധിയായതിനു ശേഷം മാത്രം, സ്ലാബിട്ട് മൂടിയതിനു ശേഷം മാത്രം നാട്ടുകാരെ അറിയിച്ചാൽ മതി എന്ന് പറഞ്ഞതിന് ശേഷമാണ് നെയ്യാറ്റിൻകര ഗോപൻ സ്വാമി പോയതെന്നാണ് പറഞ്ഞത്. ഇങ്ങനെ ഇത്ര പെട്ടെന്ന് സമാധിയാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പോയി സമാധിയായി. അത് നല്ല കാര്യത്തിന് പോകുമ്പോൾ ആരും തിരിച്ചു വിളിക്കാറില്ല, അതൊരു മര്യാദയുമല്ല. അതുകൊണ്ട് മക്കളൊന്നും ആ സമാധിയിൽ നിന്ന് അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാൻ നിന്നില്ല. സമാധിയായി കഴിഞ്ഞ് ദേഹമെല്ലാം നല്ല ചൂടായിരുന്നു. അപ്പൊ ഞങ്ങളുടെ മക്കളെ ചൂടുണ്ടല്ലടാ. സ്ലാബിട്ട് മൂടി. ഈ
രണ്ട് കാര്യങ്ങളിലാണ് പോങ്ങന് സംശയമുള്ളത്. സമാധിയായി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പോങ്ങൻ അതിലൊന്നും വലിയൊരു അത്ഭുതമൊന്നും കാണില്ല. കാരണം ഈ കഴിഞ്ഞ ദിവസം തന്നെ യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടു. ഹിമാലയത്തിൽ മഞ്ഞുമൂടി കിടക്കുന്ന, അല്ലെങ്കിൽ അങ്ങേയറ്റം കഴുത്തൊപ്പം മഞ്ഞെന്ന് പറയാവുന്ന രീതിയിലേക്ക് ഒരു സ്വാമി അല്പവസ്ത്രം മാത്രമേ ഉള്ളൂ, ഇരുന്ന് ജപിക്കുകയാണ്. ജപിക്കുക പോലുമല്ല, ചുണ്ട് പോലും അനങ്ങുന്നില്ല, മരിച്ചിട്ടുമില്ല. അദ്ദേഹം വളരെ ആസ്വദിച്ച പോലെ ധ്യാനത്തിൽ അങ്ങനെ അമർന്നിരിക്കുകയാണ്. ഒരു തണുപ്പും അദ്ദേഹത്തെ ഏശുന്നില്ല. അങ്ങനെയുമുള്ള യോഗികൾ തീർച്ചയായിട്ടും ഈ സമൂഹത്തിലുണ്ട്, ഈ ഭൂമികയിൽ ഉണ്ടായിട്ടുണ്ട്. ദേഹത്തിന് ചെറിയ തുടുപ്പ് നെഞ്ചിലുണ്ടായിരുന്നു. ഗോപൻ സ്വാമി അത്രത്തോളമൊക്കെ ഒരു ഔന്നത്യം ആത്മീയ രീതിയിൽ നേടിയെടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല സംശയമുണ്ട്. ഞങ്ങൾ പറഞ്ഞില്ലേ മോനെ, നമ്മൾ സത്യമല്ലേ പറയുള്ളൂ. രണ്ട് കാര്യങ്ങളാണ് എനിക്ക് സംശയം ഉണ്ടാക്കുന്നത്. ഒന്ന്, അദ്ദേഹം പറയുന്നു അയൽക്കാരൊക്കെ ശത്രുക്കളാണ് എന്നുള്ളത്. ഒരു യോഗിയെ സംബന്ധിച്ച് അങ്ങനെ ഇല്ല. ശത്രു എന്ന് പറയുന്ന ഒന്നില്ല. അവർ അതിൽ നിന്നൊക്കെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞിരിക്കും. നമ്മൾക്കിടയിലാണ് ശത്രുവും മിത്രവും ഒക്കെ, സാധാരണ മനുഷ്യർക്കിടയിൽ മാത്രമാണ്. ഒരു യോഗിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ശത്രുക്കൾ ഉണ്ടാവില്ല. രണ്ടാമത്, ഈ പറയുന്ന മരുന്നുകളൊന്നും കഴിച്ചിട്ട് ഇൻസുലിൻ എടുത്തുകൊണ്ടോ അതല്ലെങ്കിൽ പ്രമേഹത്തിനും രക്തസമ്മർദ്ദത്തിനും ഒക്കെയുള്ള മരുന്നുകളൊക്കെ സേവിച്ചതിന് ശേഷം സമാധിയാവാൻ പോകുമെന്ന് പറയുന്ന ഒരു ചിന്ത വെക്കുകയേ ചെയ്യരുത്. ഞാൻ ഇനി പറഞ്ഞു തരാം. സമാധി എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് സ്വാഭാവികമായിട്ടും അതൊരു കച്ചവടത്തിനുള്ള വലിയ സാധ്യത, വലിയൊരു വിപണിയാണ് തുറന്നിടുന്നത്. ഒരു വിശ്വാസ വിപണി എന്ന് പറയുന്നത് തുറന്നിടുകയാണ് സമാധിയാവുന്നതോടുകൂടി. സ്വാഭാവിക മരണമാണ് അച്ഛൻ കൈവരിച്ചത് എങ്കിൽ പോലും ആ അച്ഛനെ പിടിച്ച് അവിടെ കൊണ്ടുപോയി ഇരുത്തി സ്ലാബിട്ട് മൂടി ആ ദേഹത്തെ മറവ് ചെയ്തിട്ട് ഇത് സമാധിയാണ് എന്ന് പറയുന്നതിനകത്ത് വലിയ കച്ചവട ബുദ്ധി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇതൊരു സ്വാഭാവിക സമാധിയാവാനുള്ള യാതൊരു സാധ്യതയുമില്ല. നമ്മുടെ ഈ സ്വാഭാവിക സമാധിയായിട്ടുള്ള ആളുകളെ എനിക്കങ്ങനെ വ്യക്തിപരമായിട്ട് പരിചയമില്ല എന്ന് പറഞ്ഞല്ലോ. അറിയാവുന്നത് കുമാരപുരത്ത് വളരെ കാലങ്ങൾക്ക് മുൻപേ ഒരു സ്വാമി, അദ്ദേഹം സാമൂഹിക പരിഷ്കർത്താവൊക്കെ ആയിട്ടുള്ള സേവനമനുഷ്ഠിച്ചിട്ട് തന്നെ സമാധിയായി പോയിട്ടുള്ള ഒരു മനുഷ്യനാണ്. വലിയ പേരുദോഷമൊന്നും കൂടാതെ സമാധിയായിട്ടുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹം ഒരുപാട് അറിവുകളുണ്ടായിരുന്ന ഒരാളാണ്. വെറുതെ കുറിച്ച് താളിയോലയിലും മറ്റുമൊക്കെ ഇങ്ങനെ നാരായം കൊണ്ട് കുറിച്ചൊക്കെ ഇടുക, വേരിലും മരത്തിൻ്റെ ഇതിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ വരികൾ, പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ കുറിച്ചിടുക, ശിഷ്യന്മാരതൊക്കെ പകർത്തി എഴുതി കൂടെ കൊണ്ടു നടക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ജീവിതം നയിച്ചുകൊണ്ടിരുന്ന ഒരു യോഗി വര്യനുണ്ടായിരുന്നു. നമ്മുടെ തിരുവനന്തപുരത്ത് കുമാരപുരം കേന്ദ്രീകരിച്ചുകൊണ്ട് ജീവിതം കഴിച്ചു പോയിട്ടുള്ള സമാധിയായിട്ടുള്ള ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന് ധാരാളം ശിഷ്യന്മാരും ഉണ്ടായിരുന്നു. അതിൽ വളരെ പ്രബലനായിട്ടുള്ള ഒരു ശിഷ്യൻ, പിൽക്കാലത്ത് ഈ പറയുന്ന ഗുരുവിനേക്കാൾ വളർന്നു പോയിട്ടുള്ള ഒരു ശിഷ്യനുണ്ട്. അദ്ദേഹവും ഇതേപോലെ തന്നെ ഗുരുവിനെ പോലെ തന്നെ സമാധിയാവുമെന്ന് അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങളോട് പറഞ്ഞു. കേട്ടറിവാണ്, എനിക്കറിയില്ല. ശിഷ്യഗണങ്ങളോട് പറഞ്ഞു. ആ സമയത്ത് ആ മുഹൂർത്തത്തിൽ അദ്ദേഹത്തിന് സമാധിയാവാൻ കഴിഞ്ഞില്ല. അപ്പോൾ സമാധി മുഹൂർത്തം തെറ്റണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മൂർധാവിൽ നാളികേരം ഉടച്ചുകൊണ്ട് നാളികേര സമാധി നൽകിയ ശിഷ്യന്മാരും ഉണ്ട് എന്ന് പറയുന്നു. അതെന്തുകൊണ്ടാണ് അത് സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ചെന്ന് ഞാൻ അങ്ങനെ കുറച്ച് നേരം നമസ്കാരം പറഞ്ഞുകൊണ്ടിരുന്നപ്പം പിന്നെ എല്ലാം ഇങ്ങനെ നിവർന്നിരുന്ന സമയത്ത് മോൻ പറഞ്ഞു, അമ്മ ഇത് അച്ഛൻ പോയതാണ്. ഇങ്ങനെ നിവർന്നിരുന്ന സമയത്ത് മോൻ പറഞ്ഞു, അമ്മ ഇത് അച്ഛൻ പോയതാണ്. സ്ലാബിട്ട് മൂടി. ഞാൻ പറയാൻ ശ്രമിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. മലയാളികൾ എന്ത് അരപ്പാളികളാണ്.